അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ എന്തിനാണോ ഈ മഹത്തുക്കളുടെ ബിംബങ്ങളെ സമീപിച്ചത്, അതേ ഒരു രൂപത്തിലാണ് ഇന്ന് ആൾക്കാര് ജാറത്തിലെ ആൾക്കാരെ സമീപിക്കുന്നത്, മഹത്തുക്കളെന്ന് പറയപ്പെടുന്നവരെ സമീപിക്കുന്നത്. രണ്ടുദാഹരണം, രണ്ടായത്ത് പറഞ്ഞാൽ തിരിയും. അല്ലാഹു പറയാണ്, മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് അല്ലാഹു പറയാണ്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ, സാമീപ്യമുള്ളവരെ സ്വീകരിക്കുന്ന ആൾക്കാർ, അവർ പറയും മാ നഅബുദുഹും, നമ്മൾ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ ചെയ്യുന്നില്ല, എന്തിനല്ലാതെ ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഈ രൂപങ്ങൾ, ഈ മഹത്തുക്കൾ നമ്മളെ അള്ളാഹുവിലേക്ക് പടിപടിയായി അടുപ്പിക്കാനല്ലാതെ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇബാദത്തുകൾ ചെയ്യുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാ, അന്ന് മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ അതേ വാക്ക് ഇന്ന് നമുക്ക് ആരിൽ നിന്ന് കേൾക്കാൻ കഴിയും? നമ്മുടെ നാട്ടുകാരിൽ നിന്നും കേൾക്കാൻ കഴിയും. ജാറത്തിനടുക്കലേ പോകുന്നില്ല, അത് അള്ളാഹുവാണ്, എനിക്ക് വിശ്വാസമില്ല. ഇപ്പൊ ജാറത്തിൽ പോകുന്ന ഒരാൾ പറയാണ്, അത് അള്ളാഹുവാണെന്ന് എനിക്ക് വിശ്വാസമില്ല, എന്നെ സൃഷ്ടിച്ചത് അവനല്ല, അള്ളാഹുവാണ്, എനിക്ക് രോഗം നൽകുന്നവർക്ക് അവനാണ്, പക്ഷെ ഞാൻ എന്തിനാ ജാറത്ത് പോകുന്നത്? അത് അള്ളാഹുലേക്ക് സാമീപിച്ച് വലിയ വലിയ മഹത്തുക്കളല്ലേ, നമുക്ക് അള്ളാഹു നേരിട്ട് ചോദിക്കാൻ പറ്റും, നമ്മൾ ഭാവികളാണ്. അപ്പൊ അവരിലൂടെ അള്ളാഹുലേക്ക് അടുക്കണം. അന്ന് മക്കത്തെ മുശ്രിക്കും അതേ വാക്കാണ് പറഞ്ഞത്, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഒരിക്കലും മക്കത്തെ മുശ്രിക്ക് ആ ബിംബങ്ങൾ നമ്മളെ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ടില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാര്, അതിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതാര്, മഴ വർഷിപ്പിക്കുന്നതാര്, നിങ്ങളെ മരിപ്പിക്കുന്നതാര്, നിങ്ങളെ ജീവിപ്പിക്കുന്നതാര്, ഇതൊക്കെ ചോദിച്ചാൽ അവർ എന്ത് പറയും? ഫസയഖൂലൂന അല്ലാഹ്, മക്കത്തെ മുശ്രിക്ക് പറയും അള്ളാഹു ആണെന്ന്. അതിനവർക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. മറിച്ച് അവരെന്തിനാണ് പിന്നെ ഈ വിഗ്രഹങ്ങളെ സമീപിച്ചത്, ഈ മഹത്തുക്കളുടെ രൂപങ്ങളിലേക്ക് സമീപിച്ചത്? ലിയുഖർരിബൂന ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സുൽഫ, പടിപടിയായിട്ട് നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് മക്കത്തെ മുശ്രിക്ക് ആ കഅബക്ക് ചുറ്റും വെച്ച മഹത്തുക്കളുടെ രൂപങ്ങളെ സമീപിച്ചത്. ഇന്നും നമ്മുടെ സമൂഹം എന്തായിരുന്നു? അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിന് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ, അതിനൊക്കെ എവിടെ സമീപിക്കുന്നു? ജാറത്തിനെ സമീപിക്കുന്നു. രണ്ടാമത്തെ ആയത്ത്, وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنْفَعُهُمْ. وَيَعْبُدُونَ, അവർ ഇബാദത്തുകൾ ചെയ്യുന്നു, മിൻ ദൂനില്ലാഹി,